بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1752 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. ما خلقنا السماوات والأرض وما بينهما إلا بالحق وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അഹ്ഖാഫ്. അത് മക്കയിലാണ് അവതരിക്കുകയുണ്ടായത്. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പ് ഏകദേശം 3 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ നബൂവത്തിന്റെ സമയം മുതൽ ഒരു 10 വർഷം പിന്നിട്ട ഘട്ടത്തിൽ തായിഫിലേക്ക് അവിടുത്തെ പ്രമുഖ ഗോത്രമായ സഖീഫ് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും മക്കയിലെ വർദ്ധിച്ചു വരുന്ന ശത്രുതയുടെയും പകയുടെയും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാനും വേണ്ടി തായിഫിലേക്ക് നടത്തിയ യാത്ര, അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, അങ്ങനെ ഒരു സന്ദർഭത്തിൽ തായിഫിനും മക്കൾക്കും ഇടക്കുള്ള നഹ്ല എന്ന സ്ഥലത്ത് ഒരിടത്ത് തങ്ങിക്കൊണ്ട് രാത്രി നേരം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ആ സംഗതികളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അതിന്റെ മുഖ്യമായ പ്രതിപാദ്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ മക്കയിലെ ദൗത്യ നിർവഹണ കാലത്തെ വളരെ സങ്കീർണമായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അവതരണ പശ്ചാത്തലം ഏറെ വിശദാംശങ്ങളോടെ നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ പ്രാധാന്യമുള്ള പല വിശദാംശങ്ങളും പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഈ സൂറത്തിന്റെ പേര് അൽ അഹ്ഖാഫ് എന്നാണ്. ഹിഖഫ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് അഹ്ഖാഫ്. അത് ഇന്നത്തെ സൗദി അറേബ്യയുടെ, അതുപോലെ ഒമാൻ, യമൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഇടക്കായിട്ട്, സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന റുബുൽ ഖാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മരുഭൂ പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമാണ് അൽ അഹ്ഖാഫ് എന്നത്.
പഴയകാലത്തെ ആദ്യ സമൂഹം ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രബോധിത സമൂഹമായ ആദ്യ സമൂഹം താമസിച്ചിരുന്ന ഒരു ഭൂപ്രദേശമാണ്. ആ പ്രദേശത്തെ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അൽ അഹ്ഖാഫ് എന്ന ഒരു പരാമർശം വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ പേര് സ്വീകരിക്കപ്പെടുകയുണ്ടായത് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കാറ്റ് നിരന്തരമായി അടിച്ചുകൊണ്ട് രൂപപ്പെടുന്ന മണൽക്കുന്നുകളാണ് ഈ അഹ്ഖാഫ് എന്ന പദം നൽകുന്ന സൂചന. ഇഖഫ് എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. കാറ്റടിച്ചുകൊണ്ട് ഉണ്ടായി വരുന്ന ഒരു മണൽക്കുന്ന്. കാറ്റ് മരുഭൂമിയിൽ നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയുടെ ഭൂതല ഘടന നിരന്തരം മാറിക്കൊണ്ടിരിക്കും. അത് കാറ്റിന്റെ ഗതി അനുസരിച്ചും അതിന്റെ വേഗത അനുസരിച്ചും ഒക്കെ അവിടെ രൂപപ്പെടുന്ന മണൽത്തിട്ട അത് രൂപവ്യതിയാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കണ്ട രൂപത്തിലാവില്ല പിന്നീട് ഒരിക്കൽ അവിടെ എത്തുമ്പോൾ ആ പ്രദേശം കാണപ്പെടുക. അപ്പൊ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടി ഈ പദം അതിന്റെ സൂചനകളിൽ അടങ്ങിയിട്ടുള്ളതായി നമുക്ക് കാണാം. അഹ്ഖാഫ് എന്ന പ്രയോഗത്തിൽ. അപ്പൊ അതിന്റെ വിശദാംശങ്ങളേറെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഞാൻ ഈ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ മുഖ്യമായിട്ടും പഠന വിധേയമാക്കുന്നത്. അതിന്റെ മുമ്പായി ഈ സൂറത്തിന്റെ ഉള്ളടക്കം വളരെ സംക്ഷിപ്തമായി ആദ്യമൊന്ന് നിങ്ങളെ കേൾപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സൂറത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ അതിന്റെ ഉള്ളടക്കം വേണ്ട വിധത്തിൽ പ്രതിപാദിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാഗികമായിട്ടെങ്കിലും അതിനെ വളരെ പരിമിതമായ വാക്കുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ 3 ആയത്തുകളിലേക്ക് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ സൂറത്ത് ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരാൾക്ക് തുടക്കം മുതൽ അവസാനം വരെ 35 ആയത്തുകളാണല്ലോ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ആയത്തുകളെ ആ നിലക്ക് ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഈ വചനങ്ങൾ ഒരിക്കലും തന്നെ ഒരു വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹചര്യത്തിലൊക്കെയുള്ള ഒരു വ്യക്തി, അതാരായാലും മനുഷ്യകുലത്തിലെ ഏതൊരു അംഗമായാലും എത്ര സർഗധനനായ ആളായിരുന്നാലും അങ്ങനെ ഒരു വ്യക്തിക്ക് രൂപകൽപ്പന ചെയ്ത് കേൾപ്പിക്കാൻ കഴിയുന്ന വചനങ്ങളെ അല്ല ഇത് എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുക. ഈ സൂറത്തിന്റെ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന ആയത്തുകള് ഊന്നിപ്പറയുന്ന ഒരു കാര്യവും അതാണ്. ഇതൊരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളല്ല, മറിച്ച് അസീസും അലീമുമായ അജയ്യനും അഭിജ്ഞനുമായ പടച്ചതമ്പുരാന്റെ അവതരണമായിട്ടാണ് ഈ സൂറത്തിലെ വാക്യങ്ങളെ അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്. ഒരിക്കലും തന്നെ ഒരു മനുഷ്യന്റേതായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങുന്ന ഘട്ടത്തില് നഖ്ലയില് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ അനുഭവവും, അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ഹൃദയസ്പൃക്കായ വിധത്തില് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യവും കൂടി പരിഗണിക്കുമ്പോൾ, അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികാവസ്ഥയില് തായിഫിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തില് അങ്ങേയറ്റം വ്രണിത ഹൃദയനായിക്കൊണ്ടാണ്, വളരെ വൈകാരികത ഏറെ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായത്. എന്നാൽ അങ്ങനെയുള്ള വൈകാരികതയുടെ അല്ലെങ്കിൽ വ്രണിത ഹൃദയമുള്ള ഒരാളുടെ മാനസികാവസ്ഥയോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഒരു നിലക്കും സൂചിതമാവാത്ത വാക്കുകളാണ് അല്ലെങ്കിൽ വാചകങ്ങളാണ്
നമ്മൾ ഈ സൂറത്തിൽ കാണുന്നത്. അപ്പൊ ഒരിക്കലും തന്നെ ഇത്രയും തീക്ഷ്ണമായ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങി മാനസികമായി സംഘർഷത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആലോചനയിൽ നിന്നോ ചിന്തയിൽ നിന്നോ രൂപപ്പെട്ടു വരാൻ ഒരു തലക്കും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ശൈലിയും സ്വഭാവവും നിലപാടും ഒന്നും തന്നെ, ആറ്റിറ്റ്യൂഡും അതുപോലെ ആ സ്റ്റൈൽ ഓഫ് നരേഷനും ഒന്നും തന്നെ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ഒരാളുടെ സ്വാഭാവികമായുള്ള ഒരു സംസാരമായിട്ട് നമുക്ക് കാണാനേ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാനസികാവസ്ഥ ഈ വാക്കുകളിൽ ഒട്ടും പ്രകടമാകുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അസീസും അലീമുമായ പടച്ച തമ്പുരാനിൽ നിന്നല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഷണം രൂപപ്പെട്ടു വരിക ഒരു നിലക്കും സാധ്യതയുള്ള കാര്യമേ അല്ല എന്നതാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതിനെ തുടർന്ന് ഈ സൂറത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തെ നിഷേധിച്ച് തള്ളുന്ന മക്കയിലെ കുഫാറുകള് തായിഫില് അദ്ദേഹത്തെ വളരെ ക്രൂരമായ വിധത്തില് അദ്ദേഹത്തോട് പെരുമാറിയ സഖീഫ് ഗോത്രവും അവര് കാരണമായി രംഗത്ത് വന്ന നാട്ടിലെ കുഴപ്പക്കാരായ ചെറുപ്പക്കാരുടെയും ഒക്കെ ആ നിഷേധ നിലപാട്, അവരുടെ സത്യം നിഷേധിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ദൂതനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെയുള്ള നിലപാട്, അത് വൈകാതെ തന്നെ അതിന്റെ അനന്തരഫലം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഒരു സുപ്രധാനമായ പ്രമേയമാണ് ഈ സൂറത്തിലൂടെ നൽകപ്പെടുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഈ മക്കയിലെ ആളുകളായാലും തായിഫിലെ ജനങ്ങളായാലും അഹന്തയോടെ അവരുടെ ആ മാർഗഭ്രംശത്തിൽ ഉറച്ചു നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന യുക്തിഭദ്രമായ ജീവിത ദർശനത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ആ നിലപാടിനെ വളരെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ വിവരിക്കുന്നത്. അവരിലേക്ക് വിമോചകനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനെയാണ് അവര് പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവരുടെ മോക്ഷത്തിനായി, അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചനത്തിനായി ദൈവികമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ നിഷ്കരുണം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിശൂന്യമായ വിധത്തിൽ അവര് തട്ടിമാറ്റുകയാണ്. ഇതിനെയാണ് ഈ ആയാത്തുകളിൽ വളരെ കടുത്ത ഭാഷയിൽ അല്ലാഹു ആക്ഷേപിക്കുന്നതും താക്കീത് നൽകുന്നതും ഒക്കെ തന്നെ. അവരുടെ വീക്ഷണത്തില് മക്കയിലെ ആളുകളുടെ കാര്യത്തിലായാലും തായിഫിലെ ജനങ്ങളുടെ കാര്യത്തിലായാലും ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവുമില്ല. അലക്ഷ്യമായ ഒരു കളിതമാശ മാത്രമായിട്ടാണ് ഈ ലോകമുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ സംവിധാനത്തിനൊന്നും പ്രത്യേകിച്ച് ഒരു പേർപ്പസും ഇല്ല. അത് ചില ആകസ്മികതകളുടെ ഫലമായി ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറത്ത് ഇതൊരു തമാശ മാത്രമാണ്. ഒരു ഗൗരവമുള്ള ഒരു ലക്ഷ്യമൊന്നും ഇതിനില്ല എന്നതാണ് അവർ വെച്ചു പുലർത്തുന്ന ഒരു നിലപാട്. അപ്പോ ആരോടും സമാധാനം പറയേണ്ടി വരില്ല, ഒരു കാര്യത്തിലും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി എന്തെങ്കിലും വിശദീകരണം നൽകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്നതാണ് അവരുടെ ഉപബോധ മനസ്സിലുള്ള കാര്യം. അതുപോലെ അള്ളാഹുവിന്റെ ഏകത്വം എന്ന ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യത്തെ അവരൊരു മിഥ്യയായിട്ടാണ് കാണുകയുണ്ടായത്. അതോടൊപ്പം തന്നെ അവരുടെ ആലിഹത്തുകൾ, അവരുടെ ആരാധ്യന്മാരായി സ്വീകരിച്ചിരുന്നവരെ യഥാർത്ഥത്തിൽ തന്നെ ദൈവത്തിന്റെ ശരീക്കുകളായിട്ട്, പങ്കാളികളായി, ദിവ്യത്വത്തിലെ പങ്കാളിത്തം ഉള്ളവരായിട്ടാണ് ഈ ആളുകൾ മനസ്സിലാക്കി വെക്കുന്നതും അവര് ആ വിശ്വാസം നിലനിർത്തി പോരുന്നതും.
ഇതാണ് അവരുടെ നിലപാടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തലം. എന്നാൽ ഈ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വളരെ നന്നായി അറിയുന്നവരായിരിക്കെ തന്നെ ഈ വചനങ്ങളെ അവർ ഗൗരവത്തിലെടുക്കുന്നില്ല. അത് ദൈവിക വചനങ്ങളായിട്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകത്വം എന്ന ആശയം തന്നെ സ്വീകാര്യമായ ഒരു കാര്യമല്ല. അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ ഒരു ചുരുക്കം, ഇസ്ലാം ഒരു സത്യം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഗതിയേ അല്ല, അത് ഹക്കല്ല, അതിന് ഇസ്ലാം സത്യമാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് തങ്ങളുടെ ആചാര്യന്മാരോ പൂർവികന്മാരോ പ്രമാണിമാരോ ഒന്നും അത് വിശ്വസിക്കുകയോ അത് ഏറ്റുവാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്കും സ്വീകാര്യമല്ല എന്നതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. അപ്പോ ഈ ആദർശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടാൻ സന്നദ്ധരായിട്ടുള്ളത് ഒരു പറ്റം ചെറുപ്പക്കാരും വളരെ ദരിദ്രരായ കുറച്ച് ആളുകളും അടിമകളായിട്ടൊക്കെ ജീവിക്കുന്ന കുറച്ച് പേരൊക്കെയാണ്. അത് തന്നെ തങ്ങൾക്ക് ഇത് അസ്വീകാര്യമായി മാറുന്നതിന് കാരണമാണ് എന്ന നിലക്കാണ് ഈ ആളുകളുടെ നിലപാട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞൊരു കാര്യം, സകല മനുഷ്യരും അക്കൗണ്ടബിൾ ആകേണ്ടി വരുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ട് എന്ന സംഗതി. അതിനെ തുടർന്ന് ദൈവികമായി എല്ലാ മനുഷ്യരെയും വിചാരണക്ക് വിധേയമാക്കുന്ന ഒരു കാര്യവും സംഭവിക്കാനിരിക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരുത്തരുടെയും രക്ഷയും ശിക്ഷയും ഒക്കെ തീരുമാനിക്കപ്പെടുക എന്നതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവിക ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞപ്പോ അവരതിനെയൊക്കെ വളരെ അസംഭവ്യമായ ഒരു കാര്യമായി വെറും കെട്ടുകഥ എന്നുള്ള നിലക്ക് മാത്രമാണ് നോക്കിക്കാണുകയുണ്ടായത്. ഈ ഒരു കാര്യവും ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ആളുകളുടെ മാർഗഭ്രംശം അഥവാ ദലാലത്ത്, അതില് അടങ്ങിയിട്ടുള്ള അവര് വിശ്വാസപരമായി അവർക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകള്, അതിൽ ഓരോന്നും തന്നെ പ്രത്യേകമായി സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ട് അള്ളാഹു ഈ ആയാത്തുകളിലായിട്ട് അതിനെ അടിത്തറയില്ലാത്ത, യാതൊരു ബുദ്ധിപരമായ ദൈക്ഷണികമായ അടിത്തറയും ഇല്ലാത്തതായിട്ട് കാണിച്ചുകൊണ്ട് അവയെ ഗണ്ണിക്കുന്നുണ്ട് ഈ സൂറത്തിന്റെ വിവിധ ആയത്തുകളിലായിട്ട്. സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ നിലകൊള്ളുന്ന ആളുകൾക്കുള്ള കടുത്ത താക്കീത് ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് കൃത്യമായിട്ട് യുക്തിയുടെ തലത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന തരം തെളിവുകളും അവരെ കേൾപ്പിക്കുന്നുണ്ട്. ഇവരെ പക്ഷപാതിത്വം അല്ലെങ്കിൽ ഗോത്രപരമായിട്ടുള്ള വംശപരമായുള്ള പക്ഷപാതിത്വം പിടികൂടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവർക്ക് ഈ വിധത്തിലുള്ള സത്യവിരോധം ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു സൂചനയും നൽകപ്പെടുന്നതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരിക്കുകയും അതിനെ തള്ളിക്കളയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തില് അവരുടെ തന്നെ ഭാവിയാണ്, അവരുടെ തന്നെ സുരക്ഷയാണ് അപകടപ്പെടുത്തുന്നത്. അത് അവരുടെ തന്നെ പര്യവസാനം ഏറ്റവും ദൗർഭാഗ്യകരമാക്കി മാറ്റുന്ന ഒരു നിലപാടാണ് എന്നതാണ് ഈ സൂറത്തില് ഈ അഭിസംബോധിത സമൂഹത്തെ കേൾപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. ഇതാണ് ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രമേയം, അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ളതിന്റെ ഉള്ളടക്കം എന്ന് വേണമെങ്കിൽ പറയാം. സംക്ഷിപ്തമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് പറയാൻ സാധിക്കുക. ഇനി ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലേക്ക് തിരിയാം. ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനിലെ
ഒട്ടേറെ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള പോലെയുള്ള മുഖത്താഴത്താണ്. രണ്ട് പരസ്പരം ബന്ധപ്പെടുത്തിയ ഒരു വാക്കായി രൂപപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത തരം അക്ഷരങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ. ശബ്ദ രൂപത്തിലാണല്ലോ വിശുദ്ധ ഖുർആന്റെ അവതരണം. അക്ഷരങ്ങളായിട്ട് അത് പരിണമിക്കുന്നത് പിന്നീടാണ്. അപ്പോ ശബ്ദമായിട്ടാണ് ഇതാദ്യമായിട്ട് കേൾപ്പിക്കപ്പെടുന്നത്. ഹാ മീം എന്ന ഹാവും മീമും അറബി ഭാഷയിലെ അക്ഷരമാലയിൽ വരുന്ന അക്ഷരങ്ങളാണ്. അതേപോലെ അറബി സ്വരങ്ങളിൽപ്പെട്ടതാണ് ഹാവും മീമും. ഹാ മീം. അപ്പോ മുഖത്താഴത്തുകൾ വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ഇതിനകം ആ മുഖത്താഴത്തുകളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ പൊതുവായ കാര്യങ്ങളൊക്കെയും തന്നെ ഈ രണ്ടക്ഷരങ്ങളുടെ ഈ പശ്ചാത്തലത്തിലും ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഉള്ള ഒന്നാമത്തെ ആയത്തായ ഹാവും മീമും അടങ്ങിയ ഈ ഭാഗം അതിന്റെ കാര്യത്തിലും ബാധകമാണ്. അള്ളാഹു ദൈവിക ദൃഷ്ടാന്തമായിട്ട് ഇവിടെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ അതൊക്കെയും തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയുള്ള ശബ്ദങ്ങൾ, ഇതുപോലെയുള്ള അക്ഷരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. എന്നിട്ടാണ് ഈ ദൈവിക വിസ്മയം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ, അതുപോലെയുള്ള അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിഷേധിക്കാനോ തള്ളിക്കളയാനോ കഴിയാത്ത ദൈവിക വിസ്മയമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന ഒരു സൂചന പരോക്ഷമായിട്ട് ഈ അക്ഷരങ്ങൾ നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് പറയുന്ന തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, ഏറ്റവും അജയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ ഗ്രന്ഥം. അതാണ് തുറന്നു പറയുന്നത്. മിക്ക മുഖത്താത്തുകളെയും തുടർന്നുള്ള ആയാത്തുകൾ ഇതുപോലെ വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് അതിന്റെ ദൈവികതയെ ഊന്നിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. തൻസീലുൽ കിതാബ്, ഇത് ഈ വേദാവതരണം, ഈ വേദാവരോഹണം, തൻസീൽ എന്ന് പറഞ്ഞ ഇറക്കലാണല്ലോ. അപ്പോ ഈ വേദാവരോഹണം, ഈ വേദത്തിന്റെ ഈ കിതാബിന്റെ അവതരണം, അത് മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, അജയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അള്ളാഹു അവതരിപ്പിക്കുന്ന വേദവാക്യങ്ങളാണിവ. അജയ്യനാണ്, യുക്തിജ്ഞനാണ്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന വേദമാണ് അല്ലെങ്കിൽ ഗ്രന്ഥമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇവിടെ പോസിറ്റീവായിട്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു നെഗേഷൻ കൂടി, ഒരു നിഷേധിക്കൽ കൂടി അതിൽ അടങ്ങിയതായിട്ട് മനസ്സിലാക്കാം. മക്കയിലെയും തായിഫിലെയും ഒക്കെ ആളുകൾ ഈ ദൈവിക വചനങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നിലക്കുള്ള അട്ടറൻസസ് ആയിട്ട് അല്ലെങ്കിൽ ഭാഷണമായിട്ടാണ് പലപ്പോഴും അതിനെ പരാമർശിച്ചിരുന്നത്. ദൈവിക വചനങ്ങളാണ്, ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിനെ അംഗീകരിക്കാൻ അവര് കൂട്ടാക്കിയിരുന്നില്ല. ആ ഒരു സംഗതിയെ ഇവിടെ പരോക്ഷമായിട്ട് നിഷേധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പോസിറ്റീവായിട്ട് ഇവിടെ പറയുന്ന കാര്യം ഇത് അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളല്ല. അദ്ദേഹം സ്വന്തം നിലക്ക് ഉച്ചരിക്കുന്ന, ഉരുവിടുന്ന കാര്യങ്ങളല്ല ഇത്. അസീസും ഹക്കീമുമായ അള്ളാഹുവിനല്ലാതെ ഇങ്ങനെയുള്ള ആയാത്തുകളെ അവതരിപ്പിക്കുക എന്നത് സാധ്യമല്ല. ഈ ആയാത്തുകളെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ വിലയിരുത്തുമ്പോൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകട്ടെ, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ
പരിശ്രമിച്ചാൽ പോലും അക്ഷരാഭ്യാസിയല്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം മാറ്റിവെക്കാം. ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരൻ ആയിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരാൾക്ക് പോലും മനുഷ്യരാശിയെ കേൾപ്പിക്കാൻ പറ്റുന്ന, സ്വന്തം നിലക്ക് കേൾപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ദൈവികമായി അജയ്യനും യുക്തിജ്ഞനുമായ പടച്ചതമ്പുരാന്റെ അവതരണമായിട്ട് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറിച്ചുള്ളതൊക്കെയും തന്നെ യാതൊരു ആലോചനയും ഇല്ലാത്ത നിലപാടുകളോ പ്രസ്താവനകളോ മാത്രമായിരിക്കും. മാ ഖലഖ്ന സമാവാതി വൽ അർള വമാ ബൈനഹും. എന്നിട്ട് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി, എന്താവശ്യത്തിനു വേണ്ടി ഈ ആയാത്തുകൾ കേൾപ്പിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സിൽ രൂപപ്പെടുമല്ലോ. ഇത് ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ന കാര്യം പ്രത്യേകമായി കേൾപ്പിക്കപ്പെടുമ്പോൾ എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു വേദഗ്രന്ഥം, അങ്ങനെ ഒരു വെളിപ്പാട് എന്തിനാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് മൂന്നാമത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. മാ ഖലഖ്ന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു യാഥാർത്ഥ്യവും അടങ്ങിയിട്ടില്ലാത്ത വിധത്തിൽ, യാതൊരു പേർപ്പസും ഗൗരവമുള്ള ഒരു താല്പര്യവും ഇല്ലാതെ താനെ വെറുതെ ഒരു കളിതമാശക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല ഈ ആകാശങ്ങളും ഭൂമിയൊന്നും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. സ്വദേശപരമായിട്ട് മാത്രമാണ് ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഈ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ലക്ഷ്യത്തോടെയാണെങ്കിൽ അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മനുഷ്യനും വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനോട് ആ കാര്യം പറയപ്പെടേണ്ടതുണ്ട്. മനുഷ്യൻ അറിയേണ്ടതുണ്ട്. അവന്റെ ഭാഗതയെ നിർണയിക്കുന്ന, അവന്റെ ജീവിത യാഥാർത്ഥ്യവുമായിട്ട് ഏറെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ദൗത്യം ഈ വേദവാക്യങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് അങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു ഉദ്ദേശ്യവും ലക്ഷ്യവും ഒക്കെ ഉണ്ട് എന്ന കാര്യം അവൻ അറിയിക്കപ്പെടേണ്ടതുണ്ട്. മാ ഖലഖ്ന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. തുടർന്ന് അല്ലാഹു പറയുകയാണ്, നാം ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ബിൽ ഹഖ്, സത്യാധിഷ്ഠിതമായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്ന വിധത്തിലുള്ള സത്യാധിഷ്ഠിതമായ രൂപത്തിലല്ലാതെ. അതുപോലെ അജലി മുസമ്മ, നിർണയിക്കപ്പെട്ട ഒരു അവധി ഉള്ള വിധത്തിലല്ലാതെ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് അള്ളാഹു വളരെ ഗൗരവമുള്ള ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധർമ്മ നിർവഹണം വെച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ ഭാഗതയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുപോലെ അതിനൊരു അവധിയും അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അജലും മുസമ്മ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട ഒരു അവധിയാണ്. ഈ ലോകം എന്നെന്നും നിലനിൽക്കുന്ന വിധത്തിലല്ല അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി വരേക്ക് ഇപ്പൊ കാണുന്ന രൂപത്തിൽ അത് നിലനിൽക്കും. അള്ളാഹു നിശ്ചയിച്ച അവധി വരുമ്പോ അത് മറ്റൊരു രൂപത്തിലേക്ക് പരിണമിക്കും. ആ കാര്യം അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു അജലും മുസമ്മ നിർണയിച്ചുകൊണ്ടാണ്, നിശ്ചയിച്ചുകൊണ്ടാണ്, യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. കളിതമാശക്കോ ഗൗരവതരമായ ഒരു പേർപ്പസ് ഉള്ള വിധത്തില് അല്ലാതെയോ ഒന്നുമല്ല ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും സൃഷ്ടിപ്പ് നാം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നാം ഇവയെ, ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് സത്യാധിഷ്ഠിതമായ വിധത്തിലാണ്. അതിന് സഗൗരവം മനസ്സിലാക്കേണ്ട ഒരു പേർപ്പസുമുണ്ട്. അത് ഒരു നിർണിതമായ അവധി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്.
അതുകൊണ്ടാണ് കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു റബ്ബി എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സകലതും നശിച്ചു പോകും, എൻ്റെ നാഥന്റെ തിരുമുഖമൊഴികെ എന്നൊരു പ്രയോഗം, എന്നൊരു ആശയം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ സകലതും നശിക്കും, നശിക്കുന്നത് വരേക്കുള്ള ഒരു അജലാണ്, ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയാണ് എല്ലാറ്റിനും ഉള്ളത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും കാര്യത്തിലുള്ള ഒരു നിർണയം അതാണ്. ഒരു പ്രത്യേക പേർപ്പസിന് വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് മാത്രമായിട്ടുള്ളതുമാണ്. അത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും മാത്രം കാര്യമല്ല, അവയ്ക്കിടയിലുള്ള സകല ചരാചരങ്ങൾ ഉൾപ്പെടെയുള്ളതിന്റെയും ഒരു നിർണയം അതാണ്. അതൊക്കെയും അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി വരേക്കാണ് ഇപ്പൊ കാണുന്ന വിധത്തിൽ നിലകൊള്ളേണ്ടത്. അപ്പോ അങ്ങനെ ഒരു അവധി നിശ്ചയിച്ചുകൊണ്ടല്ലാതെ, ഒരു ഗൗരവമുള്ള ഒരു ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയല്ലാതെ ആകാശങ്ങളെയോ ഭൂമിയെയോ അവയ്ക്കിടയിലുള്ളതിനെയോ അള്ളാഹു സൃഷ്ടിക്കുകയുണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വല്ലദീന കഫറു, എന്നാൽ നിഷേധികളോ മക്കയിലെയും തായിഫിലെയും ഉൾപ്പെടെയുള്ള അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾ, നിഷേധികൾ, അമ്മാ ഉന്തിറൂ മുഅ്രിദൂൻ, ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ അവർക്ക് താക്കീത് നൽകപ്പെടുന്നത് അതിൽ നിന്ന് അവര് തിരിഞ്ഞു കളയുകയാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് അവര് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്. ഇതാണ് നിഷേധികൾ എടുക്കുന്ന ഒരു നിലപാട്. അന്ന് ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടത്തില് മക്കയിലും തായിഫിലും ഒക്കെ ഉള്ള ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു നിലപാടാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. വല്ലദീന കഫറു, അപ്പോ അവിടെ അല്ലദീന കഫറു എന്ന് പറയുമ്പോൾ അതിന് ഒരു ഹിയർ ആൻഡ് നൗ എന്ന ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണാം. മക്കയിലെ ആളുകൾ നിഷേധിക്കുകയാണ്, തായിഫിലെ ആളുകളും നിഷേധിക്കുകയാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ദൂതനെ അദ്ദേഹം സന്ദേശവുമായി ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോ കളവാക്കിയ, നിഷേധിച്ചു കളഞ്ഞ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നതും അത് കേൾപ്പിക്കപ്പെടുന്നതും ഒക്കെ. പക്ഷെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ അവര് വല്ലദീന കഫറു അമ്മാ ഉന്തിറു, ഏതൊരു കാര്യത്തെ കുറിച്ചാണോ അവര് താക്കീത് നൽകപ്പെടുന്നത് ആ കാര്യത്തെ അവര് പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ്. മനുഷ്യന്റെ ഭൂമുഖത്തെ വാസം അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി വരേക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവരുടെ കാര്യത്തിൽ ചില നടപടികൾ ഉണ്ടാകും, അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്കായിട്ട് ഹാജരാക്കപ്പെടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഒരു താക്കീത് എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഈ വാക്യങ്ങളെ, ഇതുപോലെയുള്ള വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്. എന്നാൽ ഈ ആളുകൾ അതിനെ ഗൗരവത്തിൽ കാണാൻ സന്നദ്ധരല്ല. അവര് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ നിന്ന് അതിനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു പൊയ്ക്കളയുകയാണ്. അതിനെ ഗൗരവത്തിൽ കാണാൻ, ആ താക്കീതിലെ ഒരു കഴമ്പുണ്ട്, നമ്മൾ അതിനെ പ്രാധാന്യപൂർവ്വം കണ്ടിട്ടില്ലെങ്കിൽ വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു 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 പാഠം ഉൾക്കൊള്ളല്, അതിൽ നിന്നൊരു ഉണർത്തല് അനുഭവിക്കുക എന്ന് പറയുന്ന, അങ്ങനെ ഒരു അവരുടെ അബോധ മനസ്സിന്റെ ഒരവസ്ഥയിൽ ബോധമില്ലാത്ത ഒരു ഗഫലത്തിന്റെ അവസ്ഥയിൽ അവരെങ്ങനെ കഴിഞ്ഞു പോവുകയാണല്ലോ. അതിൽ നിന്ന് അവരെ തട്ടിയുണർത്തിക്കൊണ്ട് ജീവിതം വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഒരു നിർണിത അവധി വരേക്കാണ് ഭൂമുഖത്ത് നമുക്ക് ഈ ജീവിതാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. അള്ളാഹു നിശ്ചയിച്ച അവധി എത്തുന്നതോടെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലത്തിന്റെയും അജല്, അതിന് നിശ്ചയിച്ച അവധി തീരുകയും അത് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകും. ഈ തുടങ്ങിയ കാര്യങ്ങളിൽ
അവർക്കൊരു താക്കീതും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ, അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാനും മനസ്സിലാക്കാനും ഈ ആളുകൾ സന്നദ്ധരാവുന്നില്ല എന്നതാണ്. അവര് അതിനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു പൊയ്ക്കളയുകയാണ് എന്നതാണ് അവര് പിന്തുടർന്നു വരുന്ന ഒരു നിലപാട്. ഈ കാര്യമാണ് അള്ളാഹു ഈ ആദ്യത്തെ 3 ആയത്തുകളിലായിട്ട് നമ്മളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ 35 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ ഒരു ആമുഖമായിട്ട് നമുക്ക് ഈ 3 ആയത്തുകളെ മനസ്സിലാക്കാം. അങ്ങനെ ഈ സൂറത്തിന്റെ മുഖ്യ പ്രതിപാദ്യത്തിലേക്ക് വരുന്നതിന്റെ മുമ്പായി ഒരു ഗ്രൗണ്ട് തയ്യാറാക്കുന്ന, അതിലെ മുഖ്യമായ കാര്യങ്ങൾ ഒരു പ്രമേയം എന്ന നിലക്ക് നമ്മളെ കേൾപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു ആമുഖമായി അവിടെ ആ പശ്ചാത്തലം ഒന്ന് നമ്മളെ വിവരിച്ച് കേൾപ്പിക്കുകയാണ് ഈ ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ സൂറത്തിന്റെ ഈ തുടക്കത്തിലുള്ള മുഖ്യത്താത്തുകൾ സൂറത്ത് സുമർ, ജാസിയ, അതുപോലെയുള്ള സൂറത്തുകളിൽ, സൂറത്തു സജ്ദ, അങ്ങനെയുള്ള സൂറത്തുകളിലൊക്കെ സമാനമായ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആകാശം, ഭൂമി, അവയ്ക്കിടയിലുള്ള സംഗതികളുടെ, അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട അജലിനെ കുറിച്ചുള്ള പരാമർശം, ഇതുപോലെയുള്ള ആശയങ്ങൾ, ഈ പദങ്ങൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടുള്ള ഇതേ ആശയങ്ങൾ നമുക്ക് സൂറത്തുൽ അൻആം, സൂറത്ത് യൂനുസ്, ഇബ്രാഹിം, സൂറത്തുൽ ഹിജ്ർ, നഹൽ, അതുപോലെ സൂറത്തുൽ അംബിയ, സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ റൂം, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ ജാസിയ തുടങ്ങിയ സൂറത്തുകളിലൊക്കെയും തന്നെ ഇതുപോലെയുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മക്കയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ അവിടുത്തെ ആളുകളെ കേൾപ്പിക്കപ്പെട്ടിരുന്ന മുഖ്യമായ ആശയങ്ങൾ അടങ്ങിയ പൊതുവായിട്ട് മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ കോമണായ പ്രത്യേകതകളൊക്കെ ഉള്ള വിധത്തിലുള്ള ഒരു സൂറത്താണ് ഇന്ന് നമ്മൾ പഠനം ആരംഭിച്ചിട്ടുള്ള സൂറത്തുൽ അഹ്ഖാഫ്. ചില ചരിത്ര സംഭവങ്ങളുമായിട്ട് ഈ സൂറത്തിന് വളരെ വലിയ ബന്ധമുണ്ട്. നമ്മൾ അതിനെ ഭാഗികമായിട്ട് കഴിഞ്ഞ ദിവസം സൂറത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിലെ തുടർന്നുള്ള ആയത്തുകൾ പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവും. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.